മദ്യനിർമ്മാണശാലകൾക്ക് പ്രവർത്തനം അനുവദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നിയമസഭാ മാർച്ച് നടക്കുകയാണ്. മാർച്ച് സംഘർഷഭരിതമാണ്. 10 തവണയിലധികം ജലപീരങ്കി പ്രയോഗമാണ് പോലീസ് പ്രവർത്തകർക്ക് നേരെ നടത്തിയത്. നിയമസഭയ്ക്ക് മുന്നിൽ ബാരിക്കേഡുകൾ കൊണ്ട് പ്രവർത്തകരെ തടഞ്ഞിരിക്കുകയാണ്. ബാരിക്കേഡുകൾ മാറ്റി ഉള്ളിലേക്ക് കടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമമാണ് ഇപ്പോഴും തുടരുന്നത്. ഇവർക്ക് നേരെ വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തുന്നു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അമൽ, വീണ്ടും ജലപീരങ്കി പ്രയോഗം പ്രതിഷേധക്കാർക്ക് നേരെ ഉണ്ടാവുന്നുണ്ടോ? ശക്തമായ മുദ്രാവാക്യം വിളികളോടെ വീണ്ടും ബാരിക്കേഡ് മാറ്റി ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങളാണോ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്? നിയമസഭയുടെ പരിസരത്തേക്ക് കടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും തുടരുകയാണ്. പോലീസ് അവിടെ ഷീൽഡുകളുമായി നിന്ന് തടയുകയും ചെയ്യുന്നു. ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ ഒരു സൈഡിൽ വളരെ കുറച്ച് സ്ഥലം ഉണ്ട് അവിടേക്ക് കടന്നു പോകാനായി. അവിടേക്ക് പോകാനാണ് ഇപ്പോൾ പ്രവർത്തകർ ശ്രമിക്കുന്നത്. അത് പോലീസ് തടഞ്ഞിരിക്കുന്നു. അങ്ങനെ പോലീസുമായി ഉന്തുതള്ളുമുണ്ടായി. ഇപ്പോൾ പ്രവർത്തകർ MP രാജേഷിൻ്റെ കോലം കത്തിക്കുകയാണ്. ആ കോലം കത്തിക്കാനായി കോലം ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. പോലീസുമായുള്ള ഉന്തും തള്ളും ഇപ്പോൾ അതിനൊരു ചെറിയ അയവുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ജലപീരങ്കി പ്രയോഗം തുടർച്ചയായ 10 വട്ടം നടത്തിയതിനു ശേഷം ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം പോലീസ് അവസാനിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ ഇനി അങ്ങ് പോകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കോലം കൂടി കത്തിച്ച് പ്രവർത്തകരോട് നിന്നും മടങ്ങാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാനാവുന്നത്. മോത്തി, എക്സൈസ് മന്ത്രി MP രാജേഷിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് കോലം കത്തിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ പ്രതിഷേധ പ്രകടനവുമായി മുന്നേറുകയാണ്. നിയമസഭയ്ക്ക് മുന്നിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് പോലീസ് ഈ അഴിമതി ഡീൽ നടത്തിയ കമ്പനിക്ക് പാലക്കാട് അത് ഓപ്പൺ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കും. ബ്രൂവറി അനുമതി നൽകിയതിനു ശേഷമാണോ ഒയാസിസ് കമ്പനി പണം നൽകിയതെന്ന വിവരം നിങ്ങൾക്ക്? ഒയാസിസ് കമ്പനി അത് നമുക്ക് കൃത്യമായി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. ഈ കമ്പനി എവിടെയാണ് കമ്പനിക്ക് അനുവാദം കൊടുത്തിരിക്കുന്നത്? ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? ആ സ്ഥലത്തെ CPM നേതൃത്വത്തിന്റെ പ്രത്യേകത എന്താ? ആ സ്ഥലത്തെ CPM നേതൃത്വവും MP രാജേഷുമായിട്ടുള്ള ബന്ധം എന്താണ്? വരട്ടെ, ഓരോ ദിവസങ്ങളിലായിട്ട് പുതിയ വിവരങ്ങൾ വരട്ടെ. അങ്ങനെ ഒരു അഴിമതി ആരോപണത്തെ അഴിമതി നടത്തിയെന്ന് ജനങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയാ തന്നെ ബോധ്യമുള്ളൊരു വിഷയത്തെ സമരം ചെയ്യുമ്പോൾ ഇങ്ങനെ വാട്ടർ കാനൺസ് വെച്ചിട്ട് വെള്ളം അങ്ങ് ചീറ്റിയാൽ സമരം പിന്മാറുമെന്നാണ് വിചാരിക്കുന്നത്. അത് വെറുതെ. അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നോക്കട്ടെ. വെള്ളം തീർന്നോ നോക്കട്ടെ. ഏതറ്റം വരെ സ്റ്റേറ്റിന് പോകാൻ പറ്റുമോ നോക്കട്ടെ. ഞങ്ങളും ഞങ്ങളുടെ അറ്റം വരെ പോകാം. സമരത്തിൽ നിന്നും പിന്മാറില്ല എന്നുള്ളതാണ് പറയുന്നത്. ജലപീരങ്കി പ്രയോഗത്തിന് വഴങ്ങാൻ തയ്യാറില്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. നിലവിൽ എന്തായാലും പ്രവർത്തകർ ഈ പോലീസുമായുള്ള ഉന്തും അവസാനിപ്പിച്ച് ഇപ്പോൾ ഈ ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്നതിന് തൊട്ട് മുന്നിലായി എത്തി MP രാജേഷിന്റെ കോലം കത്തിക്കുകയാണ്. ഈ കോലം കത്തിക്കൽ കഴിഞ്ഞാൽ പ്രവർത്തകർ പിരിഞ്ഞു പോകുമെന്നുള്ളതാണ് പോലീസിന്റെ പ്രതീക്ഷ. മന്ത്രിയുടെ കോലം കത്തിക്കാനുള്ള ശ്രമത്തിലാണ് പ്രതിഷേധക്കാർ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്താണ് പാലക്കാടുമായി മന്ത്രിക്കുള്ള ബന്ധമെന്നാണ് ചോദിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഇതാ കോലം കത്തിക്കുകയാണ് സ്ഥലത്ത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ സമരം എങ്ങനെ മുന്നോട്ട് അല്ല, ഇത് കൃത്യമായി ഒരു വലിയ അഴിമതി. സംസ്ഥാന സർക്കാർ വെള്ളത്തിന് പൊന്നും വില വാങ്ങുന്ന ഒരു നാട്ടിൽ, വെള്ളം വാങ്ങാൻ വേണ്ടി ഏറ്റവും അധികം പണം ചെലവഴിക്കുന്ന മനുഷ്യന്മാരുള്ളൊരു നാട്ടിൽ ആ വെള്ളത്തെ മുഴുവൻ ചൂഷണം ചെയ്യാനായിട്ട് കൊടുത്തിട്ട് അതൊരു അഴിമതി നടത്തിയിട്ട് ഒരു തിരഞ്ഞെടുപ്പിൽ കാശിന് വേണ്ടിയിട്ട് ഇവർ അഴിമതി നടത്തിയതിനു ശേഷം ഒരു ബ്ലാക്ക് ലിസ്റ്റഡ് കമ്പനിയെ ആനയിച്ചുകൊണ്ട് പാലക്കാട്ടേക്ക് വന്നാൽ അതങ്ങ് ചുമ്മാ അനുവദിച്ചു കൊടുക്കാൻ സൗകര്യമില്ല. ഇതിനകത്ത് കൃത്യമായി ശ്രീ MP രാജേഷിന് ഇൻവോൾവ്മെന്റ് ഉണ്ട്. MP രാജേഷാണ് പണം വാങ്ങിയിരിക്കുന്നത്. ആ പണം തിരികെ കൊടുത്ത് കമ്പനിയോട് ലാൽ സലാമം പറഞ്ഞ് വിടുന്നതായിരിക്കും മന്ത്രിക്കും കമ്പനിക്കും തന്നെ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണമാണ് കേട്ടത്. സംസ്ഥാന അധ്യക്ഷൻ